എൻ്റെ പേര് മഞ്ജുക്കുട്ടൻ എന്നാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് എൻ്റെ വീടാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ വീട് വെക്കുക എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയും വലിയ ആശങ്കയൊക്കെ ഉള്ളൊരു കാര്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു വീട് വെക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ വീട് എത്രമാത്രം ഭംഗിയായിരിക്കണമെന്ന് നമ്മൾ വളരെ നന്നായി ആലോചിച്ചിട്ട് വേണം വീട് വെക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ പോലും. അത്തരത്തിൽ പ്ലാൻ ചെയ്ത് ഒരുപാട് പേരുമായി ആലോചിച്ചിട്ടാണ് ഈ വീട് ഞാൻ പണി പൂർത്തിയാക്കിയത്. തീർച്ചയായിട്ടും ഈ വീട് പ്രേക്ഷകർ നിങ്ങൾ മനോരമ ചാനലിലൂടെയും ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതായത് ഈ മഴയൊക്കെ പെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീടിനകത്ത് വെള്ളം വീഴുക എന്ന് പറയുന്നത്, അന്നൊന്നും ഉറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നതൊക്കെ ശരിക്കും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ഒരു വിഷമം മനസ്സിലാകുന്നത്. കഴിഞ്ഞ വർഷം മഴയത്ത് പോലും തീർച്ചയായിട്ടും രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ ഉറങ്ങാതെ കണ്ണൊക്കെ നിറഞ്ഞ്, കാരണം മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കഴിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് തീരുമാനിച്ചതാണ്, ഇനി എന്ത് പ്രതിസന്ധി നേരിട്ടാലും ഒരു വീട് വെക്കണം എന്നുള്ളത്. എന്നെ ഒരുപാട് പേര് വീട് പണി കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയ വീട് വെക്കണ്ടായിരുന്നു, അത് ശരിയായില്ല, സാമ്പത്തികം കൂടി നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇനി എന്ത് പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞാലും നല്ലൊരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സ്വപ്നം. അത് നന്നായി കൂട്ടുകാർ സഹായിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ അഭിമാനം തോന്നുന്നത് എൻ്റെ കൂട്ടുകാർ. 1 രൂപ പോലും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ ഈ വീട് വെക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ കൂട്ടുകാരാണ്. എൻ്റെ സുഹൃത്ത് ഡേവിഡ്, അവൻ്റെ 50,000 രൂപയിൽ തുടങ്ങിയ വീടാണ്. പിന്നീട് അൽത്താഫ്, പ്രിയപ്പെട്ട ഷെഫീഖ്, അവരുടെയൊക്കെ കൂട്ടായ ഒരു പരിശ്രമമാണ് ഈ വീടിൻ്റെ വിജയം. എനിക്ക് തോന്നുന്നു എൻ്റെ വീടിന് കെട്ടിയപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷത്തേക്കാൾ കൂടുതൽ എൻ്റെ കൂട്ടുകാരാണ് ഇത് ആഘോഷിച്ചത്. പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് വളരെ വലിയ സന്തോഷമായിരുന്നു ആ ദിവസം എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. എനിക്ക് തോന്നുന്നു ഈ ധീരതയ്ക്കുള്ള അവാർഡൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം. കാരണം 3 മക്കളുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ, അച്ഛൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ 3 മക്കളുമായി തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു താങ്ങും തണലും ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു. എൻ്റെ അമ്മ പറയുന്നത് കേൾക്കാം, ഓല പിറക്കിക്കൊണ്ടുവന്ന് കൂട്ടി തെങ്ങിനോട് ചേർത്ത് വെച്ച് കെട്ടി അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അത് കണ്ട് മനസ്സലിഞ്ഞ അമ്മ ജോലി ചെയ്യാൻ പോയ ഒരു വീട്ടിലെ അദ്ദേഹം ഒരു 2 സെൻറ്റ് വസ്തു ദാനമായി കൊടുക്കുകയാണ് ചെയ്തത്. വീടും വെച്ച് കൊടുത്തു. പക്ഷെ പിന്നീട് ആ വസ്തു വിൽക്കപ്പെട്ടപ്പോൾ ആ വസ്തു വാങ്ങിച്ചത് പഴയ ദിവാരൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ സാറായിരുന്നു. പുള്ളി ഞങ്ങൾക്ക് നിലവിലിപ്പം വീട് വെച്ചിരിക്കുന്ന വസ്തു അദ്ദേഹം ഇഷ്ടദാനമായി തരികയായിരുന്നു ചെയ്തത്. ഈ വസ്തുവിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് വളരെ വിശാലമായി നല്ല വീതിയുള്ളതും ബാക്കിലേക്ക് ചെല്ലുമ്പോൾ വീതി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ. അപ്പം നമുക്കൊരു ചെവിട്ടടി പോലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയുള്ളൊരു വസ്തു. ഒരുപാട് പേരുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കിയത്. എൻ്റെ സുഹൃത്ത് വിശാന്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി ആലോചിച്ചു. അദ്ദേഹമാണ് ഇത് ഇപ്പോഴത്തെ നിലവിലെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയത്. അതിനകത്തുനിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നീട് കോൺട്രാക്ടറുമായി ആലോചിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റങ്ങളാണ് എനിക്ക് തോന്നുന്നു ഈ വീടിന് ഇത്രയും വലിയ ഭംഗി ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ചെറിയൊരു ഉദാഹരണം ഈ കതവ് മാത്രമാണ്. കതവ് 10 അടി, എനിക്ക് തോന്നുന്നു ഒരു വീടിനും ഇല്ലാത്ത പൊക്കത്തിലാണ് ഈ കതവ് പണിഞ്ഞിരിക്കുന്നത്. ഈ കതവ് ആദ്യം തന്നെ വെച്ചപ്പോൾ ഒരുപാട് പേര് ആശങ്ക പങ്കിട്ടു, എന്തിനാണ് ഇത്രയും വലിയ കതവ്, ഒരുപാട് റേറ്റാണ്. കാരണം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് പണിയാൻ പോലും വലിയ പാടാണ്. മേളിൽ കയറി നിന്ന് പോളിഷ് ചെയ്യാനൊക്കെ വലിയ പാടാണ്. പക്ഷേ അത്രയും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും ഇത്തരത്തിലൊരു കതവ് ഇവിടെ ഫിറ്റ് ചെയ്തപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഈ കതവായി മാറി എന്നുള്ളതാണ്. എൻ്റെ ഫ്രണ്ട് വ്യൂ പോലെ തന്നെയാണ് അകത്ത് ഞാൻ പറഞ്ഞത്, വളരെ തുച്ഛമായ വസ്തുവിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്ത കൊട്ടാരം പണിയാം. ആ കൊട്ടാരമാണ് എൻ്റെ ഈ വീട്. പിന്നെ വീടിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളപ്പം നമ്മുടെ സ്റ്റാർട്ടിങ്, അതായത് ഈ വസ്തുവിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് V ഷേപ്പാണ്. അപ്പം നമുക്ക് വസ്തു നിറച്ച് വീട് വെച്ചാൽ ഒരു ചെടി പോലും നടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലൊരു പാലമരം ഉണ്ടായിരുന്നു. അത്
അവിടെ തന്നെ നിലനിർത്തിയാണ് വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഫ്രണ്ടിൽ നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹോളാണ്. നല്ല എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏറ്റവും വിശാലമായി ഉള്ളത് വിസിറ്റിംഗ് ഹാൾ തന്നെയാണ്. അത് വളരെ നന്നായി ആലോചിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിസിറ്റിംഗ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് അതിൻ്റെ സ്റ്റെയറും മറ്റു കാര്യങ്ങളും. അതിൽ കൂടെയാണ് മേളിലേക്ക് റൂമിലേക്ക് പോകുന്നത്. അതിൻ്റെ സൈഡിൽ ഒരു വരാന്ത പോലെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വരാന്തയിലൂടെയാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുന്നത്. ഫസ്റ്റ് ബെഡ്റൂം, അതിൻ്റെ തൊട്ട് പുറകിലൊരു കോമൺ ബാത്റൂം, അതിൻ്റെ പുറകിൽ വീണ്ടും ഒരു ബെഡ്റൂം, അതിൻ്റെ പുറകിൽ കിച്ചൺ, അതിൻ്റെ പുറകിൽ വർക്ക് ഏരിയ, അതിൻ്റെ പുറകിൽ ഓപ്പൺ സ്പേസ്, വീണ്ടും ഒരു ബാത്റൂം. ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത്. മുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളൊരു സ്റ്റെയർ റൂമും, ഫ്രണ്ടിലൊരു ചെറിയ ഓപ്പൺ ഏരിയ, ബാക്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കൊരു വരാന്ത, പിന്നീട് ഒരു വലിയ ഹോള് പോലത്തെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്പൺ സ്പേസ്. പിന്നെ മുകളിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ 3 റൂമും 3 ബാത്റൂമും, അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡും 2 കോമൺ ബാത്റൂമും 2 ഓപ്പൺ സ്പേസും ഫ്രണ്ട് വ്യൂ വാച്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റെയർ റൂമും പിന്നീട് ഒരു വിസിറ്റിംഗ് റൂമുമാണ് നിലവിൽ വീടിൻ്റെ ഒരു പ്ലാൻ. പിന്നെ ഇതിൻ്റെ മാലിന്യ സംസ്കരണമൊക്കെ ഒരുപാട് പേരുടെ കമൻറ്റ് ഞാൻ കണ്ടു. മാലിന്യ സംസ്കരണം എങ്ങനെ നടക്കും, ഫർണിച്ചർ എങ്ങനെ കൊണ്ടുപോകും. ഈ ഫർണിച്ചറൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അകത്തിട്ട് ഫിറ്റ് ചെയ്യാവുന്ന ഒരുപാട് ഫർണിച്ചറുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേസ്റ്റ് മലിനീകരണം അതിവിടെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ജൈവ മാലിന്യമൊക്കെ നമുക്ക് മേളിൽ കൃഷിയൊക്കെ തുടങ്ങിയാൽ, തട്ടുംപുറത്ത് കൃഷി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങിയാൽ അതൊക്കെ പരിഹരിക്കാവുന്ന വിഷയങ്ങളായിരുന്നു. വീട്ടിൽ അധികം വലിയ മാലിന്യങ്ങളൊന്നും വരാറില്ല. അഥവാ വന്നാൽ അത് സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വാട്ടർ ടാങ്ക്, വീടിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ടാങ്ക് ഇതിൻ്റെ താഴെ താത്തിട്ടുണ്ട്. ബാക്കിൽ സെപ്റ്റ് ടാങ്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ബാക്കിലാണ്. അപ്പം അതെല്ലാം ഫ്രണ്ടിലേക്ക് ഒരു ഓവ് വഴി വന്ന് ഒരു ഇതിലേക്ക് ടാങ്കിലേക്ക് വീഴുകയാണ്. അപ്പം അതെല്ലാം ഇതിനകത്ത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ചെറിയൊരു വസ്തുവിൽ വലിയൊരു വീട് നമുക്ക് പണിയാൻ കഴിയും. അത് ഈ വീടിൻ്റെ ഒരു അകത്ത് കയറി നമ്മൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നേരിട്ട് വന്ന് കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും എൻ്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് നല്ല ഒരു മുറി വീടിലൊക്കെ കിടന്നുറങ്ങിയ ഓർമ്മകളുണ്ട്. വലിയ മഴയത്ത് വീട്ടിലേക്ക് വെള്ളം ഇരച്ച് കയറുന്ന, തൊട്ടപ്പുറത്ത് കായലായതുകൊണ്ട് വെള്ളം ഇരച്ച് കയറുന്ന സമയത്ത് ഈ പായും തലേണയും ഒക്കെ പൊതിഞ്ഞ് രാത്രി 1 മണിക്കും 2 മണിക്കും മഴയൊക്കെ നനഞ്ഞ് തലയിൽ കൂടി പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് കടത്തിണ്ണയിൽ പോയി കിടന്നുറങ്ങുന്ന ഓർമ്മകൾ എനിക്കുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ. പക്ഷേ എന്നേക്കാൾ വലിയ അനുഭവങ്ങൾ എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത്രയും വലിയ പ്രതിസന്ധി ആയിട്ടാണ് ചേച്ചി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചിയെ കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ട ഒരു വലിയ ദുഃഖം ഞങ്ങൾക്കുണ്ടായി. അപ്പം അത്ര വലിയ പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളൊക്കെ ഇപ്പോഴും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. വീട് പണിഞ്ഞതിൽ വലിയ ബാധ്യതയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞു, ഇത്രയും വലിയ വീട് എന്തിനാണ് അത്രയും വലിയ സാമ്പത്തികം ഉപയോഗിച്ച് വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് എത്ര വലിയ പ്രതിസന്ധി വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ വീട് എന്ന് പറയുന്നത് ഒരു വട്ടം മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അത് നന്നായി തന്നെ വെക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു വീട് എന്ന് പറയുന്നത്. കാരണം എൻ്റെ അമ്മയും കൈ പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് കയറുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഞാനൊരു പാർട്ടി കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പം എൻ്റെ രാഷ്ട്രീയ പാർട്ടി എനിക്ക് വീട് വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ നിരസിച്ചു. കാരണം അങ്ങനെ ഒരു വീടിൻ്റെ കാര്യം എനിക്കില്ല. കാരണം എനിക്ക് ഒരാഗ്രഹം, ഞാൻ ഈ വീട് വെക്കുന്നതിൻ്റെ ടെൻഷനും ഈ വേദനയും ഒക്കെ ഞാൻ തന്നെ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ ഈ വീടിന് ഭംഗി കൂടുകയുള്ളൂ. അപ്പം ആ ഭംഗിയാണ് ഇത്. എൻ്റെ വേദനയും എൻ്റെ ടെൻഷനും
എൻ്റെ കഷ്ടപ്പാടുമാണ് ഈ വീട്. തീർച്ചയായിട്ടും ഈ വീടിനെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. മനോരമ ചാനൽ എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് വലിയ പിന്തുണയാണ് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മനോരമ ഓൺലൈൻ ചാനലിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.